ഹലോ. കൂലി സിനിമ കണ്ടിട്ട് വരുന്ന വഴിയാണ് നമ്മുടെ ലോകേഷ് കനകരാജണ്ണൻ്റെ തലൈവർ രജനീകാന്തിനെ വെച്ചെടുത്ത സിനിമ. ഭയങ്കര പ്രതീക്ഷയോടാണല്ലോ സ്വാഭാവികമായിട്ട് നമ്മൾ പോകുന്നത്. ഞാനൊരു കട്ട രജനീകാന്ത് ഫാനാണ്. എത്രയോ തവണ പടയപ്പയും പേട്ടയൊക്കെ കുറേ തവണ കാണും. അത്രയ്ക്കും പേട്ട, പടയപ്പ, ഈ പറഞ്ഞ പോലെ ജയിലർ കണ്ടതിന് കയ്യും കണക്കുമില്ല. റിപ്പീറ്റ് വാച്ചുള്ള അടുത്തിറങ്ങിയ ഒരു രജനീകാന്ത് സിനിമ ജയിലറാണ്. നെൽസന്റെ ഡയറക്ഷൻ ഇറങ്ങിയത്. പക്ഷേ കൂലി ഞാൻ ലോകേഷിന്റെ ഫാനാണ്. ലോകേഷിന്റെ കൈതി മുതലുള്ള എല്ലാ സിനിമ, കൈതിക്ക് മുന്നേ മാനകരം, അതുകൂടാതെ ലോകേഷിന്റെ കുറെ നല്ല ഷോർട്ട് ഫിലിംസ് ഉണ്ട് പഴയതൊക്കെ. കൂലിക്കകത്ത് വന്നപ്പോഴത്തേനും ഈ ലോകേഷിന്റെ പഴയ കുറെ സിനിമകളിലെ റിപ്പീറ്റ് സാധനങ്ങൾ എടുത്തിടുകയും പിന്നെ ജയിലറിൻ്റെ അകത്തെ കുറെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ നമ്മൾ എവിടെയോ കണ്ട സാധനങ്ങൾ റിപ്പീറ്റ്ലി മിക്സ് ചെയ്തിറക്കിയ ഒരു 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 കോക്ടൈൽ പോലുള്ള ഒരു സിനിമയാണ് കൂലി. പക്ഷെ അതുകൊണ്ട് എന്ത് പറ്റി, കുറേ സംഭവങ്ങൾ വന്നു പോകുന്നില്ല. കണക്ഷനുള്ള ത്രെഡോ കഥയോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. സ്ക്രിപ്റ്റ് വൈസ് ഭയങ്കര വീക്കായിട്ട് തോന്നിയ ഒരു സിനിമയാണ് കൂലി. രജനീകാന്തിന് 75-ാം വയസ്സിൽ അദ്ദേഹത്തിൻ്റെ എനർജി സമ്മതിക്കണം. കാരണം അദ്ദേഹം ഡാൻസ് കളിക്കുന്നുണ്ട്, സ്റ്റണ്ടൊക്കെ മറ്റേ ജയറിനകത്ത് ആളെ വിട്ടുള്ള പരിപാടിയാണ് മൊത്തം. അങ്ങനെ മാനേജ്മെൻറ്റ് പരിപാടിയാണ്. ഇതിനകത്ത് അദ്ദേഹം ഇറങ്ങി അടിക്കുന്ന സീനൊക്കെ ഉണ്ട്. അത് കൊള്ളാം. ഡാൻസ് ഒക്കെ ആണെങ്കിലും 75 വയസ്സുണ്ട്. ആ പ്രായത്തിലൊക്കെ ഇവിടെ 40 വയസ്സായിട്ട് നമുക്ക് മുട്ടുവേദനയും കൈക്കുവേദനയും കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ഉള്ള സമയത്താണ് ഇദ്ദേഹം ഈ പ്രായത്തിലും അത് ചെയ്യുന്നത്. അത് അംഗീകരിച്ചേ പറ്റൂ കേട്ടോ. പക്ഷെ അദ്ദേഹത്തെ പോലെ ആളെ കൊണ്ടുവന്നിട്ട് അത് കുറച്ചുകൂടെ അത് സ്ക്രിപ്റ്റിലൊക്കെ വർക്ക് ചെയ്ത് ഒരു ഒരു ഹൈ കൊണ്ടുണ്ടാകും. അത് ഇവിടത്തും അങ്ങനെ ഒരു സംഭവം ഫീൽ ചെയ്തില്ല. ചില സ്ഥലങ്ങൾ ആദ്യമൊക്കെ ഒരു ഫ്ലോയിൽ ആദ്യം കുറച്ച് കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾക്ക് ഒരു വെറൈറ്റി കൺസെപ്റ്റിലേക്കാണ് പോകുന്നത്. ഒരു വാച്ചിൻ്റെ കാര്യമൊക്കെ വെച്ചാൽ തുടങ്ങുന്നത്. പിന്നെ ഒരു മെഷീൻ, അങ്ങനെയൊക്കെ നമുക്ക് വേറൊരു ടൈപ്പ് ഓഫ് ജോണറിലേക്ക് പോകുന്നതായിരിക്കും സിനിമ എന്ന് കരുതി ഇങ്ങനെ വെയിറ്റ് നിൽക്കും. പക്ഷേ ഇത് എവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്ന ഒരു പിടുത്തം കിട്ടും. പിന്നെ ഇത് നമ്മളൊരു ഒരു ഒരു ത്രെഡ് കിട്ടുമ്പോൾ ഓക്കെ ഇനി മുതൽ ഇങ്ങനെ സിനിമ പോകുമെന്ന് കരുതും. പക്ഷെ അടുത്ത് വേറൊരു ത്രെഡ് വരുന്നു. അങ്ങനെ ഇതിങ്ങനെ ഓരോരോ ഒരു കുറച്ച് കഴിയുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു പുതിയ കാര്യം കിട്ടി അതിൻ്റെ കുറച്ച് നേരം പോകുന്നു. അങ്ങനെ കൺഫ്യൂഷൻ എന്തൊക്കെയോ നടക്കും. നമ്മളൊരു പോലെ ബുക്കൊക്കെ എടുത്ത് എഴുതി വെക്കണം എന്തൊക്കെ, എന്നാലേ കണക്ഷൻ കിട്ടുള്ളൂ. അത് പിന്നെ ചില സ്റ്റോറി ലൈനൊക്കെയാണ് നമ്മൾ ഈ ചില ആൾക്കാർ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ അത് ഭയങ്കര ഒരു തിൻ ഒരു ബലമില്ലാത്ത സ്റ്റോറി ലൈനായിട്ട് തോന്നി. പിന്നെ ഈ ക്യാമിയോ റോൾസ് കൊണ്ടുവന്ന ആൾക്കാരെല്ലാം ഇതൊക്കെ പെർഫോമൻസ് അറിയാമല്ലോ. അതിനകത്ത് ആരൊക്കെയായാലും കൊള്ളാം. നാഗാർജുനൊക്കെ അതിനകത്ത് ഓക്കെ നല്ല ഇൻട്രോ ഒക്കെ. പക്ഷെ അദ്ദേഹത്തിനൊന്നും അങ്ങനെ ഒന്നും ചെയ്യാനില്ല. കുറച്ച് ബഹളം വെക്കുന്നുണ്ട്, കുറച്ച് ഷോ ഓഫ് കാണിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ. കാരണം നമുക്ക് അവരെയൊക്കെ കുറേ സിനിമകൾ കണ്ടതായതുകൊണ്ട് അവർക്കൊന്നും പ്രത്യേകിച്ച് അതിനകത്തൊന്നും ഒരു ഓറയൊന്നും ഫീൽ ചെയ്യുന്നില്ല പല രീതിയിലും. ഈവൻ ഉപേന്ദ്ര സീനൊക്കെ ഇങ്ങനെ ഒരു ഇടത്ത് അടച്ചിട്ട് ഒരാളെ പോലെ ഇങ്ങനെ അവസാനം വരുന്നുണ്ട്. പക്ഷെ അദ്ദേഹം വരുന്ന സീനുകളൊക്കെ നമുക്കൊരു സാഗൊക്കെ ഫീൽ ചെയ്യുന്നു. പക്ഷെ ഒരു കണ്ടിന്യൂറ്റിയോ ഒരു കണക്ഷനോ ഒക്കെ ഫീൽ ചെയ്യണ്ടേ. ഒരു ചെറിയ റോളിനകത്താണെങ്കിൽ പോലും ഒരാളെ കൊണ്ടുവന്ന് അതിനകത്ത് നമുക്കൊരു എന്തെങ്കിലും അവരെ കൊണ്ടുവന്നതിനൊരു മീൻ. ഇപ്പം ജയിലറിനകത്താണെങ്കിൽ മോഹൻലാലും മറ്റേ ഇവരൊക്കെ കൊണ്ടുവന്നാൽ പോലും അതിനകത്ത് എന്തോ ഓക്കെ അവർ ആ പടത്തിനകത്ത് വെറും ക്യാമിയോ റോൾ പോലെ വന്നു പോയെന്ന് തോന്നിയിട്ടില്ല. ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി എല്ലാവരും അതിനകത്ത്. ആരായാലും ശിവരാജ് കുമാർ ആണെങ്കിലും മോഹൻലാൽ ആണെങ്കിലും ആരാണെങ്കിൽ അതിനകത്ത് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ സിനിമയാണ് ജയിലർ അത്യാവശ്യം നല്ല ഒരു രീതിയിൽ വന്ന പടമാണല്ലോ. പക്ഷെ ഇതിനകത്ത് അതൊന്നും പറ്റുന്നില്ല. ഇതിനകത്ത് അമീർ ഖാനെ കൊണ്ടുവന്ന അവസാനം ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടു നോക്കുക. കുറേ പട്ടികളൊക്കെ ആയിട്ട് അമീർ ഖാൻ നിക്കറൊക്കെ ആയിട്ട് വിടുന്ന ഒരു സീനുണ്ട്. പക്ഷെ അദ്ദേഹം ഇത്രയും നല്ല പെർഫെക്ഷനിസ്റ്റ് എന്ന് പറയുന്ന അദ്ദേഹം വന്നിട്ട് വേറെ ട്രാക്ക് മാറിയ രീതികളും പിന്നെ ആ സമയത്തെ കുറേ ഫ്ലാഷ് ബാക്ക് അങ്ങനെ കുറേ പടം ഒരു അവിയൽ പോലെ എടുത്തു വെച്ചിരിക്കുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ലോകേഷ് പടമായിട്ട് എക്സ്പെക്ട് ചെയ്ത് പോകരുത് നിങ്ങളാരും. പിന്നെ രജനീകാന്തിൻ്റെ രജനീസം സ്റ്റൈലും ഒക്കെ അതൊക്കെ ഒരു കുറവാണ്. ടൈറ്റിൽ കാർഡൊക്കെ നല്ല രസം. ആദ്യത്തെ 50 years ഓഫ് രജനി എന്നുള്ള സംഭവത്തിൽ കാണിക്കുന്നത്. പിന്നെ രജനിയുടെ നമ്മുടെ ലിയോയ്ക്കകത്ത് വിജയെ കാണിക്കുന്നത്, തലപതി കാണിക്കുന്ന പോലത്തെ ഒരു കാർട്ടൂൺ ഗ്രാഫിക്സ് മിക്സ് ഒക്കെ അതൊക്കെ നല്ല രസമാണ് കാണാൻ. പക്ഷെ ഇതല്ല, എല്ലാം ഒരു ടെംപ്ലേറ്റ് പോലെ വന്നിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഓവറോൾ ഒരു സിനിമാറ്റോഗ്രാഫി കൊള്ളാം നമ്മുടെ ഗിരീഷ് കങ്കാധരൻ. പക്ഷെ എന്ത് ഉണ്ടാക്കി വെച്ചാൽ കഥയില്ലെങ്കിൽ എന്ത് സിനിമാറ്റോഗ്രാഫി. അനിരുദ്ധിൻ്റെ മ്യൂസിക് ഓക്കെ നല്ലതാണ്. ആ ഈ കുക്കുലി പവർ എന്നുള്ള പാട്ട് ഒഴിച്ചു നിർത്തിയാൽ പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഈ ചിലയിടത്തൊക്കെ ഭയങ്കര ശോകമായിരുന്നു. അവസാനമൊക്കെ ഒരു സ്റ്റണ്ടുണ്ട് അതിനകത്തൊക്കെ തിത്തിത്തൈ എന്തൊരു പാട്ടൊക്കെ വെച്ച് കുറേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും കണക്റ്റ് ആകാത്ത കുറേ സാധനങ്ങൾ. പിന്നെ കുറേ ലിയോയിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കോപ്പി, അങ്ങനെ എവിടേക്കോ നടന്നൊരു സംഭവം. ഓവറോൾ കൂലി കനകണ്ണ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നില്ല. പക്ഷെ ഇഷ്ടപ്പെടും, കുറച്ചൊക്കെ കണ്ടിരിക്കാം. അങ്ങനെ എഴുതി തള്ളാൻ പറ്റുന്ന പടമൊന്നുമില്ല. പക്ഷെ എക്സ്പെക്റ്റേഷൻ കൂടി പോകുന്നുണ്ടായിരിക്കുക.
ട്രെയിലർ കുറച്ച് ലോ ആക്കി ഇറക്കുന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ പരാതി പറഞ്ഞു, ചുമ്മാ ഒരു ഹൈപ്പ് കൊടുക്കാതെ. പക്ഷേ ട്രെയിലറിനകത്തുള്ളതൊക്കെ തന്നെ സിനിമയ്ക്കകത്തുള്ളൂ. അതിനപ്പുറത്തേക്കൊന്നും വലിയ സംഭവങ്ങൾ ആ പടത്തിൽ പ്രതീക്ഷിച്ച് പോകരുത്. ഒരു വൺ ടൈം വാച്ചായിട്ട് ഇത് കാണാം. തലൈവരെ ഇങ്ങനെ സ്ക്രീനിലൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ രസമൊക്കെ ഉണ്ട്. നല്ല ഫ്രെയിമിങ്ങും കുറച്ച് സ്റ്റണ്ട് ഡാൻസും ഒക്കെ ഉണ്ട്. സൗബിൻ്റെ കാര്യം, സൗബിൻ നല്ല പെർഫോമൻസ് ഒക്കെയാണ്. പക്ഷേ സൗബിനൊക്കെ അതിനകത്ത് ജയിലിനകത്ത് വർമ്മനെ കൊണ്ടുവന്നത് തന്നെ ഇതിനകത്തൊന്ന് ട്രൈ ചെയ്തതാണ്. അല്ലാതെ അതിനകത്ത് വലിയൊരു വ്യത്യാസം ചെയ്ത സെയിം കൈൻഡ് ഓഫ് സാധനം ഇങ്ങോട്ടെടുത്ത് മാറ്റിയെന്നേ ഉള്ളൂ. സൗബിൻ കൊള്ളാം. സൗബിൻ്റെ കുറച്ച് തോട്ട് പടത്തിലുണ്ട് സൗബിൻ കേട്ടോ. പിന്നെ അങ്ങനെ ഓർത്ത് വെക്കാനൊന്നും കിട്ടുന്നില്ല. അതാണ് ഓവറോൾ ഒരു നല്ലൊരു ചാൻസ് ആയിരുന്നു. ലോകേഷ് രജനി പടം വളരെയധികം ഒരു ചരിത്രത്തിൽ ഒക്കെ ഇടപിടിക്കുന്ന ഒരേ പടം. പക്ഷേ പ്രതീക്ഷിച്ചൊരു സാറ്റിസ്ഫാക്ഷൻ ലെവലിൽ കിട്ടിയില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴേക്ക് ഒക്കെ ഒന്ന് പങ്കുവയ്ക്കുക. ഓക്കെ, താങ്ക് യു.